Okay, listen. In our previous class, we have studied about safety on the road. How to be safe on road. Okay, റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് സേഫ് ആയിട്ട് പോകേണ്ടത് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? സോ we should follow. എന്താ ഷാസിൽ? Yes, you can mark your attendance. Then we should follow some safety rules on the road. Okay, so when we are traveling in a bus, how should be safe? Okay, so keep your hands and the head inside. We do not put our hands and head outside through the window of the bus. We always keep our hands and head in the bus. Okay, inside the bus. Okay, നമ്മൾ എന്ത് ചെയ്യണം? ബസ്സിൽ പോകുമ്പോൾ എന്ത് ചെയ്യരുത്? നമ്മുടെ കൈയും തലയും ഒന്നും പുറത്തിട്ടിട്ട് നമ്മൾ എത്തി നോക്കാനൊന്നും പാടില്ല അല്ലേ? എന്ത് ചെയ്യും? അപകടങ്ങൾ ഉണ്ടാക്കും അല്ലേ? ഇറ്റ് മേ ഹേർട്ട് സംടൈംസ്. ചില സമയത്ത് എന്ത് ചെയ്യാം? ആക്സിഡൻറ്റ് ഉണ്ടാവാം, അപകടങ്ങൾ ഉണ്ടാവാം അല്ലേ? സോ വെൻ വി ആർ ഗോയിങ് ഇൻ എ ബസ് ആൻഡ് ട്രാവൽ ത്രൂ എ ബസ്, വി കീപ് അവർ ഹാൻഡ്സ് ആൻഡ് ഹെഡ് ഓൾവേസ് ഇൻസൈഡ്. ഓക്കെ, റിയാൻ, ഇവാന, ആദിശ്രീ 3 പേരുടെയും വീഡിയോ ഓഫാണ്. റേഞ്ച് ഇഷ്യൂ ആണോ എന്നറിയില്ല. ഓക്കെ, then next one, when we walk on the road, okay, always hold the hand of an adult. We should hold the hand of an adult. Okay, never walk alone through the road. Okay, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? റോഡിലെ കൂടെ ഒറ്റയ്ക്ക് നടന്നു പോയരുത് അല്ലേ? വേറെ ആരുടെയും കൈയൊന്നും പിടിക്കാതെ നടന്നു പോയരുത്. ഓൾവേസ് ഹോൾഡ് ദ ഹാൻഡ് ഓഫ് ആൻ അഡൾട്ട്. ഒരു മുതിർന്ന ആളുടെ. ഹോൾഡ് ദ ഹാൻഡ് ഓഫ് ആൻ അഡൾട്ട്. വി hold their hands when we are walk on the road. Okay, then when we are getting into the bus, form a queue, don't push others and wait for our turn. Okay, never push other people and we should form a queue. Okay, നമ്മൾ നല്ല ക്യൂ ആയിട്ട് നല്ല ഡിസിപ്ലിനായിട്ട് എന്ത് ചെയ്യണം? ബസ്സിൻ്റെ അകത്തേക്ക് കയറണം അല്ലേ? ബാക്കിയുള്ളവരെ ഉന്തും തള്ളും ഒന്നും ചെയ്യരുത് അല്ലേ? സോ സേഫ്റ്റി ഓൺ ദ റോഡ്, ദീസ് ആർ ദ സേഫ്റ്റി റൂൾസ് വി ഷുഡ് ഫോളോ ഓൺ ദ റോഡ്. ഓക്കെ, സോ വെൻ വി ആർ ഇൻ ദ ബസ്, keep our hands and the head always inside. Okay, never put our hands and the head outside through the window of the bus. Then when we walk on the road, always hold the hand of an adult. Okay, never walk alone through the road. Always hold the hand. ഒരു മുതിർന്ന ആളുടെ കൈ എന്ത് ചെയ്യാ? പിടിച്ചിട്ട് വേണം നമ്മൾ റോഡിലെ കൂടെ നടന്നു പോകുമ്പോൾ പോവാനല്ലേ? Then getting into the bus, when we are getting into a bus, okay, then form a queue. ഒരു ക്യൂ ആയിട്ട് നിൽക്കുക അല്ലേ? ആദ്യം നമ്മൾ സ്കൂൾ ബസ്സിലൊക്കെ കയറുമ്പോൾ അങ്ങനെയല്ലേ? ഫോം എ ക്യൂ ആൻഡ് ഡോണ്ട് പുഷ് അതേഴ്സ്. ബാക്കിയുള്ളവരെ ഉന്തിത്തള്ളി ആദ്യം കയറാന്നൊന്നും കരുതി കയറിപ്പോരുത്. എന്ത് ചെയ്യാം? ഫോം എ ക്യൂ and don't push others. Okay, then get into the bus. മനസ്സിലായോ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്. മിസ് ഒന്നുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ നമ്മുടെ പോർഷൻസ് ഒക്കെ തീരാണല്ലേ? തീർന്നു. ഇവിടെയും കൂടെ ആയാൽ പോർഷൻസ് തീർന്നു. പിന്നെ നമുക്ക് സ്കൂളിൽ വന്നിട്ട് കളിക്കാമല്ലോ അല്ലേ? വേഗം എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ. മിസ്സിന് ജലദോഷമില്ല, മിസ്സിന് ചെറിയ തൊണ്ടവേദനയുണ്ട്, ചെറുതായിട്ട് കുറഞ്ഞു. മിസ്സിന്റെ മോന് ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു, അപ്പൊ അത് മിസ്സിന് വന്നതാണ്. അങ്ങനെ ജലദോഷമൊന്നുമില്ല, എന്നാലും ഒരു ചെറിയൊരു തൊണ്ടയ്ക്കൊരു ഇത്. ഓക്കെ, ദെൻ
ഇപ്പോൾ സേഫ്റ്റി ഓൺ ദ റോഡാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഇൻ ദ ബസ് വി ഷുഡ് ഫോളോ എ സേഫ്റ്റി റൂൾ. ഓക്കെ, നമ്മൾ എപ്പോഴും കളിക്കുമ്പോഴാണെങ്കിലും ബസ്സിൽ കയറുമ്പോഴാണെങ്കിലും നടക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ഫോളോ സം സേഫ്റ്റി റൂൾസ്. കുറേ സേഫ്റ്റി റൂൾസ് ഫോളോ ചെയ്യണം അല്ലേ? നമ്മളിപ്പോൾ സ്കൂളിൽ വന്നു, വെൻ വി ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക്. സോ നമ്മൾ കുറേ സേഫ്റ്റി റൂൾസ് അവിടെയും ഫോളോ ചെയ്യാനുണ്ട്. നമ്മൾ ഈ സ്ലൈഡറിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം? ബാക്കിയുള്ളവർ കയറുമ്പോൾ നമ്മൾ മാറി നിൽക്കണം അല്ലേ? നമ്മുടെ ടേണിന് വേണ്ടി എപ്പോഴും വെയിറ്റ് ചെയ്യണം. നമ്മൾ ക്യൂ ആയി നിന്നിട്ടല്ലേ ഗ്രൗണ്ടിൽ ഇവിടെ പാർക്കിൽ പോയിട്ട് സ്ലൈഡറിലൊക്കെ കയറിയിട്ട് കളിക്കുന്നത് അല്ലേ? ബാക്കിയുള്ളവരെ ഉന്തിത്തള്ളി കയറാറൊന്നുമില്ലല്ലോ. അങ്ങനെ ഉന്തിയും തള്ളിയും കയറാനും ഒന്നും പാടില്ല അല്ലേ? പാർക്കിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിൽ വെൻ വി ആർ പ്ലേയിങ് at our house, what we do? Never play with the knives, scissors and fire. ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടൊന്നും കളിക്കരുത് അല്ലേ? വീട്ടിൽ കളിക്കുമ്പോഴും കുറേ സേഫ്റ്റി റൂൾസ് ഉണ്ട്. നമ്മുടെ കത്തി, കത്രിക, തീ അല്ലേ, മാച്ച് ബോക്സ്, ഗ്യാസ് സ്റ്റൗ, ഇതൊന്നും കൊണ്ട് നമ്മൾ കളിക്കാൻ പാടില്ല. ഇതൊക്കെ എന്താണ്? സേഫ്റ്റി റൂൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലേ? വെൻ വി ആർ പ്ലേ വിത്ത് നൈഫ് ഓർ സിസേഴ്സ് ഇറ്റ് മേ ബി ഹേർട്ട്. ഓക്കെ, നമ്മൾ കത്തി കൊണ്ടോ കത്രിക കൊണ്ടോ ഒക്കെ എടുത്ത് കളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപകടം ഉണ്ടാവും അല്ലേ? നമ്മുടെ കൈ മുറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടൊന്നും നമ്മൾ വീട്ടിൽ നിന്ന് കളിക്കുമ്പോഴും ചെയ്യാൻ വേണ്ടി പാടില്ല. സ്കൂളിൽ വന്നിട്ട് വെൻ വി ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക് ഓൾവേസ് വെയിറ്റ് ഫോർ അവർ ടേൺ. ഒരാൾ കളിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് അവരെ പുഷ് ചെയ്ത് തള്ളി മാറ്റി അവിടെ നിന്ന് കളിക്കാൻ വേണ്ടി പാടില്ല. എപ്പോഴും നമ്മുടെ ടേണിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലേ? നമ്മുടെ ചാൻസ് വരുന്നത് വരെ നമ്മൾ ക്യൂ നിൽക്കുക, സ്ലൈഡറിൽ കയറുമ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഒക്കെ ചെയ്യണം അല്ലേ? ഇതൊക്കെ എന്താണ്? സേഫ്റ്റി റൂൾസ് ആണ്. സോ ഇവിടെ നമ്മൾ പഠിച്ചത് സേഫ്റ്റി ഇൻ ദ ബസ് ആൻഡ് ഓൺ ദ റോഡ് ആൻഡ് ഗെറ്റിംഗ് ഇൻ ടു ദ ബസ്. സോ keep your hands and head inside when we are in the bus. Okay, never put our hands and head outside through the window of the bus. Then when we are walk on the road, always hold the hand of an adult. Okay, always hold the hand of an adult. നമ്മുടെ ബ്രദറിൻ്റെയോ അമ്മയുടെയോ അച്ഛൻ്റെയോ ആരുടെയെങ്കിലും കൈ പിടിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പോകാൻ വേണ്ടി അല്ലേ? സോ ഓൾവേസ് ഹോൾഡ് ദ ഹാൻഡ് ഓഫ് ആൻ adult. Then when we are getting into the bus, form a queue and wait for our turn and don't push others. Clear? മനസ്സിലായോ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അയ്യോ മിസ് പേടിച്ചു പോയല്ലോ ആയിഷാമാന. ഓക്കെ, മനസ്സിലായല്ലേ? ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇനി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചായിട്ട് റിവൈസ് ചെയ്യാം, വേർഡ്സ് പഠിക്കാം, ഡിക്റ്റേഷൻ ഇടാം. സ്കൂളിൽ വരുമ്പോൾ ഓരോ ദിവസം മിസ് ഓരോ വേർഡ്സൊക്കെ തരാം പഠിക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്യാനുള്ള സമയമുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട് ഇനി നമുക്ക്. ദെൻ നെക്സ്റ്റ് ഒരു സ്റ്റോറി ഉണ്ട് അല്ലേ? ദ എലഫൻസ് ആൻഡ് ദ മൈസ്. ഓക്കെ, നെക്സ്റ്റ് പേജ് 127. ഡു യു വാണ്ട് ടു ഹിയർ ദ സ്റ്റോറി? കേൾക്കണോ നിങ്ങൾക്ക് ഈ കഥ എന്താണെന്ന്? പറയണോ? വേണ്ട അല്ലേ? വേണ്ടാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കഥ ഇഷ്ടമല്ല എന്ന് ആരോ പറഞ്ഞു. കേക്കണം അല്ലേ? വേണം. ഓക്കെ, നമുക്ക് നോക്കാം. ദ എലഫൻസ് ആൻഡ് ദ മൈസ്. അവിടെ 4 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ്? 4 പിക്ചേഴ്സ് ഉണ്ട്. ലുക്ക് അറ്റ് ദ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ ആൻഡ് ഫോർത്ത് വൺ. ഓക്കെ, ആ പിക്ചേഴ്സ് നോക്കാം. കുറേ മൈസും എലഫൻസും ഉണ്ട് അല്ലേ? വാട്ട് ഈസ് എലഫൻസ്? What is elephant? And what is mice? Mice. Yes, elephant. ആന. കുറേ ആനകൾ അല്ലേ? എലി, മൈസ്, എലികൾ. ആനകളും എലികളും ഉണ്ട്. ഒരാനയും ഒരു എലിയും അല്ല അല്ലേ? There are a herd of elephants and mice. Okay. എവിടെ? 5 ആനയുണ്ട്. 5 ഒന്നല്ല, അതിന്റെ പുറകിൽ കുറേ ഉണ്ട്, നമ്മൾ കാണാഞ്ഞിട്ടാണ്. കുറേ ഉണ്ട്, അവര് ഒരു കൂട്ടം ആനകൾ അല്ലേ? സോ നമുക്ക് ആ സ്റ്റോറി എന്താന്ന് നോക്കാം അല്ലേ? നിങ്ങളുടെ ബുക്കിന്റെ ലാസ്റ്റ് ആ സ്റ്റോറി കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. നിങ്ങൾ ആ മിസ് പറയുന്ന കേട്ടിരുന്നാൽ മതി. ഓക്കെ,
ദെൻ ദ എലഫൻറ്റ്സ് ആൻഡ് ദ മൈസ്. എന്താണ് ഈ സ്റ്റോറി എന്ന് നോക്കാം അല്ലേ. കുറേ ആനകളും കുറേ എലികളുമാണ് ഉള്ളത്. എന്തോ അവർക്ക് സംഭവിച്ചിട്ടുണ്ടല്ലേ. പിക്ചർ നോക്കി എന്താണ്, ആദ്യം കുറേ എലികൾ അവിടെ ഉണ്ട്, കുറേ ആനകൾ അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് പിക്ചറിൽ എന്താണ്, ദർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മൈസ്. ആ എലികൾ തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ട്. ദെൻ തേർഡ് വൺ എന്താണ്, ഒരു ക്വീൻ, നോട്ട് കിങ് അല്ലേ, ഒരു ക്വീനാണ്, കമ്മലൊക്കെ ഇട്ടിട്ട് ഒരു ആന. എന്താണ്, ഒരാന അവിടെ വന്നിട്ട് കരയുന്നുണ്ട്. ലാസ്റ്റ് വൺ ഈ എലികളും ആനകളും കൂടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അല്ലേ. നോക്കാം നമുക്ക് എന്താണ്. സോ once upon a time there was a city near a lake. It was called Mice City as only mice lived there. Once upon a time there was a city near a lake. ഒരു ലേക്കിൻ്റെ അടുത്ത് ഒരു സിറ്റി ഉണ്ടായിരുന്നു. പണ്ട് ഒരിക്കൽ there was a city near a lake. ഒരു ലേക്കിൻ്റെ അടുത്ത്. വാട്ട് ഈസ് ലേക്ക്? LAK, ലേക്ക് എന്താണെന്നറിയാമോ? യെസ്, വെരി ഗുഡ്. തടാകം അല്ലേ, മീൻസ് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം അല്ലേ, ഒരു തടാകം. ആ തടാകത്തിന്റെ അടുത്ത് എന്തുണ്ടായിരുന്നു? ഒരു സിറ്റി ഉണ്ടായിരുന്നു. സിറ്റി, ഒരു ടൗൺ ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് കോൾഡ് മൈ സിറ്റി. ആ സിറ്റിയുടെ പേര് എന്തായിരുന്നു? മൈ സിറ്റി എന്നായിരുന്നു. ബിക്കോസ് ദർ ഈസ് ഓൺലി മൈസ്. ഓക്കെ, അവിടെ താമസിച്ചിരുന്ന എന്താണ്? എലികൾ മാത്രമാണ്. അതുകൊണ്ട് മൈസുകളാണ് അവിടെ താമസിച്ചിരുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് മൈ സിറ്റി. മൈ സിറ്റി എന്നായിരുന്നു അതിൻ്റെ പേര്. കുറേ എലികൾ മാത്രമുള്ളതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് മൈ സിറ്റി. സോ വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ സിറ്റി നിയർ എ ലേക്ക്. ദ സിറ്റി ഈസ് കോൾഡ് മൈ സിറ്റി ബിക്കോസ് ദർ ഈസ് ഓൺലി ലിവ്ഡ് മൈസ്. അവിടെ എലികൾ മാത്രം താമസിച്ചിരുന്നതുകൊണ്ട് അതിന് എലികളുടെ നഗരം അല്ലെങ്കിൽ മൈ സിറ്റി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദെൻ the mice did their daily jobs and lived happily. They had lots of parties, picnics and festivals. അവരെന്തായിരുന്നു? അവരുടെ ജോലികളൊക്കെ ചെയ്ത് ആ എലികൾ അവിടെ സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു അല്ലേ. പിന്നെന്താ, അവർക്ക് എപ്പോഴും എന്തെങ്കിലും പാർട്ടിയും പിക്നിക്കും ഫെസ്റ്റിവലും ആഘോഷങ്ങളുണ്ട്. അവർ ടൂറ് പോകാറുണ്ട്, പാർട്ടികൾ നടക്കാറുണ്ട്, ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ. അപ്പം അവർ നല്ല ഹാപ്പി ആയിട്ട് അവിടെ ജീവിക്കുകയായിരുന്നു അല്ലേ. ആരാണ്? എലികൾ. മൈസ് അവിടെ യെസ് അവരവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയായിരുന്നു. എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലേ. ദെൻ നിയർ ബൈ ഇൻ എ ജംഗിൾ there lived a herd of elephants. അവർ താമസിക്കുന്ന മൈ സിറ്റിൻ്റെ അടുത്തുള്ള ഒരു കാട്ടില് കുറേ ആനകളും താമസിക്കുന്നുണ്ടായിരുന്നു. ഹേർഡ് ഓഫ് എലിഫൻസ്. ഹേർഡ് മീൻസ് ആനകളുടെ ഒരു കൂട്ടം ആനകൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഹേർഡ് എന്നാ പറയാ. HERD. ഹേർഡ് മീൻസ് ആനകളുടെ കൂട്ടം. എണ്ണാൻ പറ്റാത്ത അത്രയും. 1, 2, 3 ആണെങ്കിൽ നമുക്ക് പറയാം 3 ആനകൾ ഉണ്ടായിരുന്നു, 4 ആനകൾ ഉണ്ടായിരുന്നു പറയാം. പക്ഷെ അത്രയൊന്നുമല്ല, ഒരു കൂട്ടം ആനകൾ താമസിച്ചിരുന്നു. എവിടെ? നിയർ ബൈ ജംഗിൾ. അടുത്തുള്ള ജംഗിളില് കുറേ ആനകൾ താമസിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആരാ സംസാരിക്കരുത്. ദെൻ they were ruled by a wise king named ഹാത്തി രാജ and they lived happily too. അപ്പോൾ ഈ ആനകളുടെ കൂട്ടത്തിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമാനായിട്ടുള്ള ഒരു ആന ഉണ്ടായിരുന്നു അല്ലേ. അവരുടെ രാജാവ്, their king, they ruled by the king. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനും, നമ്മൾ കുറേ കുട്ടികളുടെ ക്ലാസ്സിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു ക്ലാസ് ലീഡർ ഉണ്ടാവില്ലേ. നന്നായിട്ട് പഠിക്കുന്ന, എല്ലാ കാര്യവും നന്നായിട്ട് ചെയ്യുന്ന ഒരാളുണ്ടാവും അല്ലേ, ക്ലാസ് ലീഡർ ആയിരിക്കും അവർ. അതുപോലെ ഈ ആനകളുടെ കൂട്ടത്തിൽ അവരെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അവരുടെ പേര് ഹാത്തി രാജ എന്നായിരുന്നു. ആന തന്നെയാണല്ലേ. ഹാത്തി എന്ന് വെച്ചാൽ എന്താണ്? ഹാത്തി എന്താണ്? ആനയാണല്ലേ. നിങ്ങൾ പാട്ട് കേട്ടിട്ടില്ലേ? ഹാത്തി രാജ കഹാ ചലോ. ആ പാട്ട് നിങ്ങൾ കേട്ടില്ലേ? എന്താണ്? ആനയാണല്ലേ ഹാത്തി. ഹിന്ദിയിൽ ആനയാണല്ലേ. അപ്പം
അവിടെ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു രാജാവും ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഹാത്തി രാജ എന്നായിരുന്നു. ആനയുടെ രാജാവായിരുന്നു അവർ. അപ്പോൾ ഈ ആനകളും അവിടെ നല്ല ഹാപ്പി ആയിട്ട് താമസിക്കുകയായിരുന്നു. ഇവിടെ മൈ സിറ്റിയിൽ കുറേ എലികൾ മാത്രമാണ്, അവരവിടെ നല്ല ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരുന്നു. തൊട്ടടുത്തുള്ള കാട്ടിൽ കുറേ ആനകളും ഉണ്ടായിരുന്നു. ആനകൾക്ക് ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഹാത്തി രാജ. ആ ഹാത്തി രാജയുടെ ഭാര്യയുമുണ്ട് അല്ലേ, അവരുടെ ഭാര്യയുമുണ്ട് അവിടെ. ഈ ആനയുടെ വൈഫും ഉണ്ട്. ക്യൂനാണ് അല്ലേ, കിങ്ങും ക്യൂനും, രാജാവും രാജ്ഞിയും ഉണ്ടായിരുന്നു. ദെൻ വൺ സമ്മർ. വാട്ട് ഈസ് സമ്മർ? സമ്മർ സമ്മർ എന്താണ് അറിയാമോ? വേനൽക്കാലം അല്ലേ, സമ്മർ. യെസ് യെസ്, വേനൽക്കാലം. വേനൽക്കാലത്ത് എന്താണ്, വെള്ളമൊന്നും ഉണ്ടാവില്ല അല്ലേ, നല്ല വെയിലും ചൂടും ഒക്കെ ആയിരിക്കും, വെള്ളത്തിനൊക്കെ കുറവുണ്ടാവും. വൺ സമ്മർ ഇറ്റ് ഡിഡ് നോട്ട് റെയിൻ. മഴയൊന്നും പെയ്തില്ല കുറേ നാളല്ലേ, വേനൽക്കാലത്ത് മഴ ഉണ്ടാവില്ലല്ലോ. മഴയൊന്നും ഇല്ലാതിരുന്നപ്പോൾ there was no water in the nearby pond. അവിടെയുള്ള അടുത്തുള്ള കുളത്തിലൊന്നും വെള്ളമില്ല അല്ലേ. ഇവിടെ ഈ ആനകൾ താമസിച്ച കാട്ടിൽ അടുത്തുള്ള കുളത്തിലൊന്നും വെള്ളമില്ല, നല്ല വേനൽക്കാലമാണ്. ദ എലഫൻസ് വാസ് വെരി തേഴ്സ്റ്റി. തേഴ്സ്റ്റി മീൻസ് ആനകൾക്ക് വല്ലാതെ ദാഹിച്ചു അല്ലേ, തേഴ്സ്റ്റി മീൻസ് ദാഹം. ദ എലഫന്റ് വാസ് വെരി തേഴ്സ്റ്റി ആൻഡ് ഹറി ടു ദ ലേക്ക് നിയർ മൈ സിറ്റി. അപ്പോൾ ഈ ആനകൾ താമസിക്കുന്ന കാട്ടിലൊന്നും വെള്ളമില്ല. അപ്പോൾ അവർക്ക് എവിടെയും വെള്ളമില്ല, അവർക്ക് ഭയങ്കര ദാഹം തോന്നി. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ മൈ സിറ്റിയിൽ, എലികൾ താമസിക്കുന്ന മൈ സിറ്റിയിൽ എന്തുണ്ട്, ദർ ഇസ് എ ലേക്ക്, ഒരു തടാകമുണ്ട് അല്ലേ, അതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. അപ്പോൾ ഈ ആനകൾ എന്ത് ചെയ്തു, ഡെൽവിൻ ആൻഡ് നിതാഷ വീഡിയോ ഓൺ ചെയ്തേ. അപ്പോൾ ഈ എലഫൻ്റ് എന്ത് ചെയ്തു, മൈ സിറ്റിയിൽ വെള്ളമുണ്ട് എന്ന് കേട്ടു. എന്നിട്ട് അവരെന്ത് ചെയ്തു, ആസ് ദ എലിഫൻസ് വെന്റ് ത്രൂ ദ സിറ്റി, അവരാ സിറ്റിയിലേക്ക് പോയി അല്ലേ, എലികൾ താമസിക്കുന്ന മൈ സിറ്റിയിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി പോയി. ദേ ഡിഡ് നോട്ട് സീ ദ സ്മോൾ മൈസ് ഓൺ ദ ഗ്രൗണ്ട്. പക്ഷെ അവർ നടന്നു പോയപ്പോൾ എന്ത് ചെയ്തു, ഗ്രൗണ്ടിലുള്ള നിലത്തുള്ള ഈ ചെറിയ എലികളെ ഒന്നും അവർ കണ്ടില്ല അല്ലേ. ദേ ഡിഡ് നോട്ട് സീ ദ സ്മോൾ മൈസ് ഓൺ ദ ഗ്രൗണ്ട്. അവർ ആ ഗ്രൗണ്ടിലെ കൂടെ പോയപ്പോൾ അവിടെ കുറേ എലികൾ ഉണ്ടായിരുന്നു. അവർ നടന്നു പോകുമ്പോൾ, മൈ സിറ്റി അല്ലേ, മൈ സിറ്റിയിലേക്കല്ലേ പോകുന്നത്, ദർ ഈസ് ലോട്ട്സ് ഓഫ് മൈസ്, അവിടെ കുറേ മൈസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ആനകൾ നടന്നു പോയപ്പോൾ എന്ത് ചെയ്തു, അവർ ഈ മൈസിനെ ഒന്നും കണ്ടില്ല. കാണാത്തപ്പോൾ എന്ത് സംഭവിച്ചു, മെനി മൈസ് വർ ക്രഷ്ഡ് അണ്ടർ ദ ബിഗ് ഫീറ്റ് ഓഫ് ദ എലഫൻസ്. ഈ എലഫന്റിന് എന്താണ്, വലിയ കാലാണല്ലേ, വലിയ കാലുകളില്ലേ. അപ്പം നടന്നു പോയപ്പോൾ കുറേ എലികളെ ഇവർ ചവിട്ടി ചമ്മന്തിയാക്കിയല്ലേ. കാരണം അവർ നടന്നപ്പോൾ കണ്ടില്ല, എലികൾ വളരെ ചെറുതല്ലേ. അപ്പം ഈ ആനകൾ വെള്ളം കുടിക്കാൻ വേണ്ടി പോയപ്പോൾ കുറേ എലികളെയൊക്കെ ചവിട്ടി പപ്പടം പോലെ പൊടിച്ചു അല്ലേ. കുറേ എണ്ണം ചത്തുപോയി ചവിട്ട് കിട്ടിയിട്ട്. എന്നിട്ടോ ദ റെസ്റ്റ് അണ്ടർ ദ ബിഗ് ഫീറ്റ് ഓഫ് ദ എലഫൻസ്. എന്ത് ചെയ്തു, ഈ ആനകളുടെ വലിയ കാലിൻ്റെ അടിയിൽ പെട്ടിട്ട് എലികളൊക്കെ എന്ത് ചെയ്തു, ക്രഷ്ഡായി. ക്രഷ്ഡ് മീൻസ് എന്താണ്, ചതഞ്ഞു പോയി അല്ലേ, പൊട്ടിപ്പൊടിഞ്ഞു ചതഞ്ഞു പോയി എലികൾ. ദെൻ ദ റെസ്റ്റ് ഓഫ് ദ മൈസ് ഹെൽഡ് എ മീറ്റിംഗ്. ഈ അവസ്ഥയിൽ എലികൾ എന്ത് ചെയ്തു, ഒരു മീറ്റിംഗ് വിളിച്ചു അല്ലേ. എന്ത് ചെയ്തു, ഈ ആനകൾ ഇങ്ങനെ ഡെയിലി വന്നിട്ട് വെള്ളം കുടിക്കുമ്പോൾ എല്ലാവരെയും ചവിട്ടി ചമ്മന്തിയാക്കിയാൽ എന്ത് ചെയ്യും, എലികൾ മുഴുവൻ ചത്തുപോകും അല്ലേ. ഈ അവസ്ഥയിൽ എന്ത് ചെയ്തു, എലികളെല്ലാം കൂടി ദ ഹെൽഡ് എ മീറ്റിംഗ്, അവരൊരു മീറ്റിംഗ് കൂടി. എന്നിട്ട് എന്ത് ചെയ്തു, ലെറ്റ് us go and talk to Hathi Raja, maybe he can help, said a wise mouse. എന്നിട്ട് അതിൽ ബുദ്ധിമാനായ ഒരു എലി എന്ത് ചെയ്തു, നമുക്കൊരു കാര്യം ചെയ്യാം, കാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാം, ഹാത്തി രാജയോട് കാര്യം പറയാം. ഈ ആനകളുടെ രാജാവാണല്ലേ ഹാത്തി രാജ. ഈ ഹാത്തി രാജയോട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാര്യം പറഞ്ഞു നോക്കാം, ചിലപ്പോൾ അദ്ദേഹം നമ്മളെ സഹായിക്കും അല്ലേ. ഈ ആനകൾ ഇങ്ങനെ ചവിട്ടിക്കൊല്ലുന്നത് എന്ത് ചെയ്യണം, പോയിട്ട് ഹാത്തി രാജയോട് പറയണം. നിങ്ങളുടെ ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആദ്യം ആരോട് പറയും, ആ ക്ലാസ് ലീഡറോട് പറയും അല്ലേ. എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ ലീഡർക്ക് പറ്റും. സോ ഈ ആനകളുടെ ഇടയിലുള്ള എവിടെ പോയി, ഹാത്തി രാജയോട് പറയാൻ വേണ്ടി പോയി. 3 mice went to the elephant king. അതിൽ 3 എലികൾ 3 പേര് കൂടിയിട്ട് എവിടെ പോയി, ഹാത്തി രാജേൻ്റെ അടുത്ത് പോയി. They bowed before him and said. ബൗഡ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പിന്നെ
ഒരു രാജാവിനെ, കാട്ടിലെ രാജാവിനെ, ആനകളുടെ രാജാവിനെ ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ആളുകളെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരെ ഇങ്ങനെ വണങ്ങും അല്ലേ? തൊഴുതു നിന്നു. എന്നിട്ട് എന്ത് ചെയ്തു? യുവർ മെജസ്റ്റി, വി കം ഫ്രം മൈ സിറ്റി. അദ്ദേഹത്തിനോട് പറഞ്ഞു, നമ്മൾ വരുന്നത് എവിടെ നിന്നാണ്? മൈ സിറ്റി നിന്നാണ് ഞങ്ങൾ വരുന്നത്. വെൻ യു ആൻഡ് യുവർ ഫ്രണ്ട്സ് പാസ് ടു ദ സിറ്റി, മെനി ഓഫ് us got crushed. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ എന്ത് ചെയ്തു? ഞങ്ങളുടെ സിറ്റിയിലേക്കൂടെ പോയപ്പോൾ മെനി ഓഫ് us got crushed, ഞങ്ങളിൽ കുറേ പേര് crushed ആയി അല്ലേ? മരിച്ചു, ചതഞ്ഞു പോയി. വുഡ് യു പ്ലീസ് ചൂസ് അനദർ പാത്ത് നെക്സ്റ്റ് ടൈം? അടുത്ത തവണ വരുമ്പോൾ നിങ്ങൾക്ക് വേറൊരു വഴിയിലേക്കൂടെ പോകാൻ പറ്റുമോ? ബിക്കോസ് ഈ വഴിയിലേക്കൂടെ തന്നെ പോവുകയാണെങ്കിൽ ബാക്കിയുള്ളവരും കൂടെ മരിച്ചു പോവും. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ വെള്ളം കുടിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് വേറെ വഴിയിലേക്കൂടെ പോയിക്കൂടെ എന്ന് ചോദിച്ചു അല്ലേ? വി വിൽ ബി താങ്ക്ഫുൾ. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് താങ്ക്ഫുൾ ആയിരിക്കും, ഞങ്ങൾക്ക് നന്ദി ഉണ്ടാവും അല്ലേ നിങ്ങളോട് എപ്പോഴും. Then we are small, but maybe someday we will be able to help you. ഞങ്ങൾ ചെറുതാണ്, പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റും അല്ലേ? ഞങ്ങൾ ചെറുതാണെന്ന് കരുതി നിങ്ങൾ ഞങ്ങളെ ഇപ്പം സഹായിക്കുകയാണെങ്കിൽ, നാളെ മുതൽ വെള്ളം കുടിക്കാൻ പുതിയ ഒരു വഴിയിലേക്കൂടെ പോവുകയാണെങ്കിൽ വി ആർ വെരി താങ്ക്ഫുൾ. ഞങ്ങൾ നല്ല നന്ദിയുള്ളവരായിരിക്കും എപ്പോഴും നിങ്ങളോടല്ലേ. നാളെ ചിലപ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ചെറുതാണ് എന്നൊന്നും നിങ്ങൾ കരുതണ്ട, ചിലപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. The king was sorry to hear that so many mice had died. It won't happen again, he promised. അപ്പോൾ അവർ നടന്നു പോയപ്പോൾ കുറേ എലികൾ ചത്തു എന്ന് കേട്ടപ്പോൾ ഈ രാജാവിന് എന്തായി? സങ്കടമായി അല്ലേ? He felt sorry. The king was sorry to hear. അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് തോന്നി? വിഷമം തോന്നി അല്ലേ? കേട്ടതിൽ എനിക്ക് വിഷമമുണ്ട്. അപ്പോൾ ഇവരറിയാതെ ചവിട്ടിയതാണല്ലേ, നടന്നു പോകുമ്പോൾ ചെറിയ എലികളെ കാണുന്നില്ല, അപ്പോൾ അവർ ചവിട്ടി ചമ്മന്തിയാക്കിയിട്ട് പോയതാണ്. അപ്പം എന്ത് ചെയ്തു? ഐ എം റിയലി സോറി ടു ഹിയർ ദാറ്റ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. സോ ഇറ്റ് നെവർ ഹാപ്പൻഡ്, ഇറ്റ് വോണ്ട് ഹാപ്പൻ എഗെയിൻ. ഒരിക്കലും ഇതിനി സംഭവിക്കില്ല, ഞങ്ങൾ ഇനി അതിലെ കൂടെ പോവില്ല അല്ലേ, വേറെ വഴിയിലെ കൂടെ പോയിക്കോളാം. ഇറ്റ് വോണ്ട് ഹാപ്പൻ എഗെയിൻ, ഹി പ്രോമിസ് ടു ദി മൈസ്. അവരെന്ത് ചെയ്തു? എലികൾക്ക് പ്രോമിസ് ചെയ്തു കൊടുത്തു, ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല, ഞങ്ങൾ ഇനി വേറെ വഴിയിലെ കൂടെ പോയിക്കോളാം എന്ന് പറഞ്ഞു. ദെൻ അതൊക്കെ കഴിഞ്ഞ് വൺ ഡേ, ഒരു ദിവസം എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? സം മെൻ. ആണോ ആദിശ്രീ? ഓക്കെ. Then one day some men dug deep pits to catch the elephants. ഒരു ദിവസം കുറേ ആളുകൾ വന്നു അല്ലേ? കുറേ ആളുകൾ വന്നിട്ട് എന്ത് ചെയ്തു? They dug deep pits to catch the elephants. എന്ത് ചെയ്തു? ഈ ആനകളെ പിടിക്കാൻ വേണ്ടി വലിയ കുഴി കുഴിച്ചു അല്ലേ? കുറേ ആളുകൾ പോയിട്ട് ഈ ആനേനെ പിടിക്കാൻ വേണ്ടി വലിയ കുഴി ഉണ്ടാക്കി കാട്ടിൻ്റെ അകത്ത്. എന്നിട്ടോ when the elephants walked that way they fell into the pits. ഈ ആനകൾ അതുവഴി നടന്നു പോയപ്പോൾ they fell into the pits. അവർ ഈ കുഴിയിൽ വീണു. ആളുകൾ ഉണ്ടാക്കി വെച്ച വലിയ കുഴിയിൽ അവർ വീണു അല്ലേ? The men pulled them out, they tied them to trees. എന്നിട്ട് ഈ മനുഷ്യന്മാർ എന്ത് ചെയ്തു? ഈ ആനേനെ ആ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി കരയിലുള്ള ഒരു മരത്തിന് കെട്ടിവെച്ചു അല്ലേ? എന്തിന്? പിന്നെ വന്നിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി കെണിയിൽ വീണപ്പോൾ വലിയ കയറിന് കെട്ടി വലിച്ച് എന്ത് ചെയ്തു? tied them to trees. മരത്തിന് കെട്ടിവെച്ചു. Then the elephant king thought of the mice and their promise. ഈ സമയത്ത് എന്ത് ചെയ്തു? ഈ ഹാത്തി രാജയ്ക്ക്, എലഫന്റ് കിങ്ങിന്, അയാളും ഉണ്ടായിരുന്നു ഇതിലല്ലേ, ആനകളുടെ ഈ രാജാവും അതിലുണ്ടായിരുന്നു, അവരൊക്കെയാണ് പിടിച്ചു കെട്ടിയത്. അപ്പോൾ ആ സമയത്ത് ദ എലഫന്റ് കിങ് തോട്ട് ദ പ്രോമിസ് ഓഫ് ദീസ് മൈസ്. ആ സമയത്ത് അദ്ദേഹത്തിന് ഈ എലിയുടെ പ്രോമിസ് ഓർമ്മ വന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം എന്ന് പറഞ്ഞത് ആ സമയത്ത് ഈ ആനയ്ക്ക് ഓർമ്മ വന്നു അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? ലക്ലി the queen had not been caught. She took the king's message to the mice. But luckily, ഭാഗ്യവശാൽ എന്ത് ചെയ്തു? ഈ രാജാവിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അത് ഈ കുഴിയിൽ വീണിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഈ ക്വീൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്വീൻ എന്ത് ചെയ്തു?
നേരെ പോയിട്ട് എലികളോട് കാര്യം പറഞ്ഞു അല്ലേ. നമ്മുടെ രാജാവിനെ ആൾക്കാരും ഒക്കെ കുറേ ആളുകൾ പിടിച്ച് കെട്ടി വെച്ചിട്ടാ ഉള്ളത്. കണ്ടോ? തേർഡ് പിക്ചർ കണ്ടോ? ഈ ക്വീൻ കരഞ്ഞോണ്ട് പറയാണല്ലേ. രാജ്ഞി കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട്, ക്യൂൻ ആണല്ലേ. ക്യൂൻ കരഞ്ഞോണ്ട് എലികളുടെ അടുത്ത് പോയി പറയാണ്, എൻ്റെ ഹസ്ബൻഡിനെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ മരത്തിൽ പിടിച്ച് കെട്ടിയിട്ടിട്ടാ ഉള്ളത്, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മൈസിൻ്റെ അടുത്ത് പോയി അല്ലേ. അപ്പോൾ മൈസ് എന്ത് ചെയ്തു? Of course, we will help you. We can help you, the mice said. The mice bit the thick ropes and cut them away. Soon the elephants were free. The big elephants and the tiny mice became good friends. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് കേട്ട ഉടനെ മൈസ് പറഞ്ഞു, ഓഫ് കോഴ്സ് വി വിൽ ഹെൽപ്പ് യു. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ദ മൈസ് സെഡ്, എലികൾ പറഞ്ഞു അല്ലേ. ദ മൈസ് ബിറ്റ് ദ തിക്ക് റോപ്സ്. എലികൾ എല്ലാവരും കൂടെ ടീമായിട്ട് പോയിട്ട് എന്ത് ചെയ്തു? ആ തിക്ക് റോപ്സ്, ലുക്ക് അറ്റ് ദ പിക്ചർ, നോക്കുക, ഫോർത്ത് പിക്ചർ നോക്കുക, കണ്ടോ? ദ കട്ട് ദ തിക്ക് റോപ്സ്. അവരാ കട്ടിയുള്ള വലിയ കയർ എന്ത് ചെയ്തു? കടിച്ചു മുറിച്ചു അല്ലേ. എലികൾ എന്താണ് സാധാരണ എല്ലാം കടിച്ചു മുറിക്കും അല്ലേ. അപ്പം അവർ പോയിട്ട് എന്ത് ചെയ്തു? They beat the thick ropes and cut them away. Soon the elephants were free. കയറൊക്കെ മുറിച്ച് കളഞ്ഞപ്പോൾ എന്തായി? എലഫൻസ് ഫ്രീ ആയി അല്ലേ. വലിയ കയറും കൊണ്ടല്ലേ ഈ ആനകളെ കെട്ടിയിട്ടത്. അപ്പോൾ ഇവർ പോയിട്ട് കയറൊക്കെ കടിച്ചു മുറിച്ചപ്പോൾ ആനകൾ ഫ്രീ ആയി, അവർ രക്ഷപ്പെട്ടു. ദ ബിഗ് എലഫൻസ് ആൻഡ് ദ ചൈനീ മൗസ് വേവ് ബിക്കം ഗുഡ് ഫ്രണ്ട്സ്. അന്ന് മുതൽ വലിയ ആനകളും ചെറിയ എലികളും തമ്മിൽ എന്തായി? അവർ ഭയങ്കര ഫ്രണ്ട്സായി അല്ലേ. ഓക്കെ, അതാണ് പറയുന്നത്. എന്ത്? ഒരു ആളുടെ വലുപ്പത്തിലൊന്നും കാര്യമില്ല അല്ലേ. എങ്ങനെയുള്ള ആളാണ്, വലുതാണോ ചെറുതാണോ എന്നല്ല, ചില സമയത്ത് നമ്മളെ ആരാണ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല അല്ലേ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഏതെങ്കിലും കാണാൻ ഭംഗിയുള്ളവരോ നല്ല ഫിനാൻഷ്യൽ സെറ്റപ്പുള്ള ആളുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ആളുകളെ മാത്രമായിരിക്കും നമ്മളെപ്പോഴും ഫ്രണ്ട്സ് ആക്കുകയോ കരുതുകയോ അല്ലെങ്കിൽ അവരാണ് നമ്മളെ എല്ലാം എന്ന് വിചാരിക്കുകയോ ചെയ്യും. പക്ഷേ ചില സമയങ്ങളിൽ ആരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല അല്ലേ. ഇവിടെ തന്നെ കണ്ടില്ലേ, വലിയ ആനകളെയാണ് ഇത്രയും ചെറിയ എലികൾ ഹെൽപ്പ് ചെയ്തത്. അപ്പം എന്താണ്? അപ്പോൾ ആരാണ്, ഏത് അവസരത്തിലാണ്, നമുക്ക് എങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ സഹായിക്കുക എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരാളുടെ വലുപ്പത്തിലൊന്നല്ല കാര്യം. എന്ത് ചെയ്തു? ഇത്രയും ചെറിയ എലികൾക്ക് ഇത്ര വലിയ ആനകളെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയില്ലേ അല്ലേ. നല്ല കഥയാണോ? നല്ല കഥയാണ് അല്ലേ. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പോർഷൻ ഒക്കെ കഴിയാണ്. ലാസ്റ്റ് എന്തുണ്ട്? ഫൺ ടൈം. ഫൺ ടൈം എന്ന് പറഞ്ഞിട്ട് മേക്ക് എ ഡോഗ്സ് ഫേസ്, ഫോളോ ദ സ്റ്റെപ്പ്. ഒരു പേപ്പർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡോഗിൻ്റെ ഫേസ് ഉണ്ടാക്കാം എന്നുള്ളൊരു ചെറിയ പോർഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെയുള്ള കളർ പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യാം? അതിങ്ങനെ മടക്കി, ഇങ്ങനെയൊക്കെ മടക്കി മടക്കി എന്ത് ചെയ്യാം? ഇങ്ങനെ ഉണ്ടാക്കിയല്ലേ. എന്നിട്ട് എന്റെ മിസ്സിന് അയച്ചു തരാം. ഞാൻ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ആണോ? ഓക്കെ ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാം? എല്ലാവരും പേപ്പർ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. അമ്മമാരെയൊക്കെ പിടിച്ചിരുത്തി ഹെൽപ്പ് ചെയ്യിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. അമ്മമാർക്ക് ഒരു പണിയാവട്ടെ അല്ലേ അല്ലേ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്യുക? ഇനി ഉണ്ടാക്കാൻ പറ്റുന്നില്ല എങ്കിൽ കരയെ പിണങ്ങെ അമ്മമാരെ തല്ലുകയോ ഒന്നും ചെയ്യണ്ട. പറ്റുന്നുണ്ടോയെന്ന് മാത്രം നോക്കുക. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് സക്സസ്ഫുൾ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഫേസ് കിട്ടും. എന്താ ലുബാബ? ഇത് കട്ട് ഷീറ്റും കൊണ്ട് ആക്കാൻ പറ്റുമോന്ന്? കട്ട് ഷീറ്റും കൊണ്ടും ആക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെയുള്ള ഒരു പേപ്പർ എടുത്താൽ മതി. ഇങ്ങനെ എല്ലാ പാർട്ടും ഈക്വൽ ആയിട്ടുള്ള ഒരു പേപ്പർ എടുക്കുക അല്ലേ. എന്നിട്ട് കട്ട് ഷീറ്റ് ആണെങ്കിലും അതിന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഈക്വൽ ആയിട്ടുള്ള പാർട്ടാക്കിയാൽ മതി. എന്നിട്ട് കളർ ചെയ്താൽ മതിയല്ലോ.
കളർ അടിച്ചാലും പറ്റും. ഓക്കെ, എന്ത് ചെയ്യുക, ഇങ്ങനെ ആക്കാൻ കിട്ടിയിട്ട് സക്സസ്ഫുൾ ആണെങ്കിൽ മിസ്സിന് അയച്ചു തരിക കേട്ടോ. ഓക്കെ.